ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നൈറ്റി തുണി വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ജംപ് സ്യൂട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാനിതേ ക്ലോത്ത് ഇതേപോലെ സെൻറ്ററിലൊന്ന് മടക്കിയിട്ടുണ്ട്. അത് എന്നിട്ട് നീളത്തിലൊന്നും കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക കേട്ടോ. 4 എണ്ണമായിട്ട് നമുക്ക് കിട്ടണം. മേളിൽ ഇതേപോലെ 2 മടക്കായിട്ടും കിട്ടണം കേട്ടോ. ഇനി നമുക്കിതേ ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ചിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ബോർഡ് നെക്കാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് താഴത്തേക്കും ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു കർവും കൂടെ കൊടുക്കുന്നുണ്ട്. റൗണ്ട് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ അങ്ങനെ ഒരു കർവ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആം ലെങ്ത് ഇതേപോലെ 6.5 ഇഞ്ചിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 10 ഇഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ഞാനിതിൻ്റെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ ആം ഹോള് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൈക്കുഴി അതേപോലെ നമുക്കൊന്നും കൂടെ കർവ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതേപോലെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ 14 ഇഞ്ചിലാണ് ഞാൻ കൊടുക്കൽ. പക്ഷേ നമുക്ക് ജംപ് സ്യൂട്ട് ഒന്ന് താഴത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 16 ഇഞ്ചിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിൽ 9 ഇഞ്ച് ഷേപ്പ് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ യോക്കിൻ്റെ പാർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് രണ്ടും 2 അളവിലാണെന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റി ഇട്ടിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ യോക്ക് പാർട്ടൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നുള്ളൂ. സിമ്പിളായിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. കട്ടിങ് സ്റ്റിച്ചിങ്ങും ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിതൊരു പലാസോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം പാർട്ടില്ലേ അതിലേക്ക് ഞാൻ ഈ ഒരു പലാസോ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. സിമ്പിളായിട്ട് നമുക്ക് അതും കട്ട് ചെയ്ത് കിട്ടിയിട്ടോ. വേറെ ടെൻഷനൊന്നുമില്ല. നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ക്രോസ് പീസ് വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് തന്നെ കഴുത്താണ്, അതായത് നെക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കൈയിൻ്റെ ആ ഭാഗം ക്രോസ് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 കൈയിൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. മടക്കൊന്നുമില്ലാതെ ചുളിവൊന്നുമില്ലാതെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി ഞാനിതേ നമ്മുടെ പലാസോ പാൻറ്റിൻ്റെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രോച്ചിൻ്റെ ഭാഗത്തേക്കാട്ടോ ഫസ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട, ഒരു മിസ്റ്റേക്കൊന്നും വരുത്തരുത് കേട്ടോ. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗവും നമ്മൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി യോക്കിൻ്റെ പാർട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുക്കണമല്ലോ, അതായത് സ്റ്റിച്ച് ചെയ്യണമല്ലോ. യോക്കും അതേമാതിരി ബോട്ടം പാർട്ടും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ യോക്ക് പാർട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ട. 2-3 വട്ടമൊക്കെ സ്റ്റിച്ച് ചെയ്തോളൂ. കാരണം നമുക്ക് കഴുത്തിൽ കൂടെയാണ് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയും പൊട്ടി പോരാൻ പാടില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. കണ്ടോ, സിമ്പിളായിട്ട് നമുക്കൊരു 250 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ മാക്സി ബിറ്റൊക്കെ നമുക്ക് കിട്ടൂലേ. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ജംപ് സ്യൂട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൈ വെക്കണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.